ഹലോ ഫെയറീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗൈസ്, ഞാൻ രാവിലെ തന്നെ, ഞാൻ സാധാരണ അങ്ങനെയൊന്നുമല്ല കേട്ടോ, രാവിലെ തന്നെ കുറച്ച് വെക്കാബുലറീസ് ഒക്കെ പഠിക്കുകയായിരുന്നു. ബിക്കോസ് എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലേണിംഗ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. സോ ഐ റീസ്റ്റാർട്ടഡ് മൈ ഇംഗ്ലീഷ് ലേണിംഗ് ഗൈസ്. ആ സമയത്ത് എൻ്റെ മോനെ ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഉറങ്ങി നീച്ചപ്പോൾ ഭയങ്കര കരച്ചിലായി. അപ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയുള്ള LED ബൾബ് ഒന്ന് കത്തിച്ച് ഞാൻ കാണിച്ചു കൊടുത്ത്. അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. മൂപ്പർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ചായ ഉണ്ടാക്കി, കടി ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ ഓന് ചായ കുടിക്കുകയാണ്. കട്ടൻ ചായ കേട്ടോ കുടിക്കുന്നത്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ. അപ്പോൾ ഞാൻ ഫീഡിങ് ബോട്ടിലും കൂടി ആക്കി കൊടുക്കുകയാണെങ്കിൽ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ അത് വേഗം ചിന്തി കളയും. ചിന്തിയിട്ട് പിന്നെ അത് തുടയ്ക്കാൻ നിൽക്കേണ്ടി വരും രാവിലെ. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് ചെടികളുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നല്ല, ഇൻഡോർ പ്ലാന്റ്സ് ആണ് മെയിൻലി. പക്ഷെ ഞാനത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഐ വാണ്ട് ടു ബൈ സം ന്യൂ സെറാമിക് പോട്ട്സ്. ആഫ്റ്റർ ബൈയിങ് ദാറ്റ് ഐ വിൽ ബി പുട്ട് ഇറ്റ് ഇൻസൈഡ് ഹൗസ്. സോ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം കുറച്ച് സെറാമിക് പോട്ട്സൊക്കെ വാങ്ങണം ഒരു ചാൻസ് കിട്ടുമ്പോൾ. അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചു ഇവരെ കണ്ണ് പുറത്ത് നിൽക്കട്ടെ, കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ് എല്ലാവരെയും. പിന്നെ പുതിയതാക്കിയത്. അതിനുശേഷം ഞാൻ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചു. ഇതാണ് അവൻ്റെ ലഞ്ച് ബോക്സ്: ചിക്കൻ ഫ്രൈ, ടൊമാറ്റോ കറി ആൻഡ് ചിപ്സ്, ബനാന ചിപ്സ് ആൻഡ് വാട്ടർ. അതൊക്കെയാണ് അവന് കൊണ്ടുപോകാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടേനെ, അതൊക്കെ ചെയ്തു. അതിന് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ദെൻ ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനിലാണ്. എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിക്കൻ കുറച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി 1, ഒരു വലിയ ഉള്ളി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ജീരകം, പെരുംജീരകമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പെരുംജീരകം പൊടിച്ചതാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ പൊടിച്ചത് എൻ്റെ മോൻ ഫ്രിഡ്ജ് തുറന്നിട്ട് മുഴുവൻ ചിന്തി കളഞ്ഞു, ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ. അപ്പോൾ കുറച്ച് പൊടിക്കാത്തതുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ മിക്സാണിത്. അതിനുശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചു. ദെൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് പാത്രങ്ങളൊക്കെ കഴുകി. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ക്ലീനിങ് ഈസ് ടു ഡിഫിക്കൽട്ട് ഫോർ മീ ഗൈസ്, ടു ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യും ഡെയിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കും ഡെയിലി. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഒരു ഈസി ചിക്കൻ കറിയാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ടു, പിന്നെ ഗരം മസാല ഒരു 3 ടീസ്പൂണെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ കാണുന്ന പോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ വേണ്ടി വരും കേട്ടോ. പിന്നെ മുളക് പൊടി നേരത്തെ പോലെ തന്നെ മുളക് പൊടി കുറച്ചിടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ആ മിക്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇടാൻ മറന്നു പോയതാണ്, കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വാട്ടർ ഐ പോർഡ് ഇൻ ദ കുക്കർ. അതിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു 7-8 വിസിൽ അടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരു 7-8 വിസിൽ അടിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്യുക. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഐറ്റം ഒഴിച്ചു കൊടുക്കണം. അതെന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പുതിയ ഒരു
വൈറ്റ് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല എപ്പോഴാണെന്നൊന്നും. അപ്പോൾ അതിനുശേഷം വൈറ്റ് ബോർഡിൽ എഴുതാൻ എൻ്റെ കുഞ്ഞു മകന് ഭയങ്കര ഇൻട്രസ്റ്റ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു അവനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കുറേ വരച്ചു കൂട്ടി ആ ഒരു വൈറ്റ് ബോർഡിനകത്ത് നന്നായിട്ട് വരച്ചു. അത് വീണ്ടും ഇറേസ് ചെയ്യും, പിന്നെയും വരയ്ക്കും. പിന്നെ ഞാൻ കുറേ എഴുതി പഠിപ്പിച്ചു, കുറേ സർക്കിൾസ് വരച്ച് പഠിപ്പിച്ചു. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അതിനിടയിൽ കഴിഞ്ഞു കേട്ടോ. കാരണം എത്രയൊക്കെ ജോലി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ കുട്ടികളെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെ ജോലി മാക്സിമം ഞാൻ അത് ഷോർട്ടാക്കിയിട്ടായാലും വേണ്ടില്ല, കുട്ടികളെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. കാരണം കുട്ടികളെ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ നമ്മൾ കൊടുക്കുക, അവരുടെ കൂടെ കളിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ കൂടെ കളിക്കാം. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഞാനുമായിട്ട് നല്ല അറ്റാച്ച്ഡാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഒരു പീസ്ഫുൾനെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോന്ന് അതിൽ എഴുതുക. മൂപ്പരും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡറാണ് കേട്ടോ. എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ആവുമെന്ന്. ഞാനടക്കം എൻ്റെ 2 മക്കളും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യും കേട്ടോ. പക്ഷേ ഇവരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്തായാലും അവർക്ക് വേണ്ട പോലെ അവർ ചെയ്യട്ടെ, നോ പ്രോബ്ലം. എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ചിലപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാറിയെന്ന് വരും, റൈറ്റ് ഹാൻഡിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ഗൈസ് അതിനിടയിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഗൈസ്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനാണ് ഇത്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഞാൻ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരമായി. അപ്പോൾ അത് നമ്മൾ പൊരിക്കാനുള്ള സമയമായി. വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തത്. പക്ഷെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരാൾ ചൂടുള്ള ചിക്കൻ ഫ്രൈ എടുത്ത് കൈയൊക്കെ ചൂടായി, പൊള്ളിയിട്ടില്ല കേട്ടോ, അതിന് മാത്രം ചൂടൊന്നുമില്ല, എന്നാലും ഓനക്ക് സഹിക്കാൻ പറ്റാത്തൊരു ചൂടുണ്ടായിരുന്നു, അത് അങ്ങോട്ട് തന്നെ ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാണ്. ചിക്കൻ കറിയുടെ കൂടെ റൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഉച്ചക്കത്തേക്ക് മാത്രമായിട്ട്. അപ്പോൾ ആ നെയ്ച്ചോറ് ഇപ്പോൾ വാരി ചിക്കൻ ഫ്രൈയിലൊക്കെ മോന് വാരിയിട്ടിട്ടുണ്ട്, ഞാനൊക്കെ എടുത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ. എന്തായാലും ഓനക്ക് ചോറ് കൊടുക്കുകയാണ്. ഓനക്ക് ചോറ് കൊടുത്താലേ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ചോറ് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഓനക്ക് ചോറ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് വേവിക്കാറില്ല. തക്കാളി ലാസ്റ്റേ ഞാൻ ആഡ് ചെയ്യാറുള്ളായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് ആ കാഷ്നട്ടിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടിട്ടോ ആ ഒരു ചിക്കൻ കറിക്ക്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഒന്ന് റെസ്റ്റ് എടുത്തു. വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു യൂട്യൂബിലേക്കുള്ള. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ച് ഫോട്ടോസ്, പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബനാനയാണ്. ചെറിയ പഴമാണ് കേട്ടോ, നല്ല വലിപ്പവും തടിയുള്ള ചെറിയൊരു പഴമാണ് സംഭവം. ഒരു ഞാലിപ്പൂവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്ത് പഴമാണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ എൻ്റെ മോനെ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. വീക്കിലി 1 ഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മ്യൂസിക് ആഡ് ചെയ്താൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഒരു മ്യൂസിക്കും ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ അവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളിക്കാൻ. ഇപ്പോൾ ക്ലാസ് 4 ആയെന്ന് തോന്നുന്നുണ്ട്, 4 ക്ലാസ്സായി. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഹായ് പറ, ഒരു ഹായ് പറ.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.